ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ദിസ് ഈസ് സുരേഷ് വിത്ത് യു. ഇന്ന് നമ്മളുടെ ട്രാവൽ സെഗ്മെൻറ്റിൽ നമ്മൾ കാണിക്കുന്നത് കൽബയിലെ ഹാങ്ങിങ് ഗാർഡനാണ്. അപ്പോൾ ഹാങ്ങിങ് ഗാർഡൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ സിന്ധു ഇപ്പം ഹാങ്ങിങ് ഗാർഡൻ്റെ എൻട്രൻസ് ബോർഡിനടുത്ത് തന്നെ ഉണ്ട്. ഇത് ഏകദേശം ഷാർജയിൽ നിന്ന്, ഞാൻ താമസിക്കുന്ന ഷാർജയിലാണ്, ഷാർജയിൽ നിന്ന് 110 കിലോമീറ്റർ ദൂരെയാണ്. ഇപ്പോൾ 1 മണിക്കൂർ 15 മിനിറ്റ്സോളം ഡ്രൈവ് ഉണ്ട്. ഇപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ തന്നെയാണ്. മൗണ്ടൻസിൻ്റെ നടുക്ക് ഒരു മാൻമെയ്ഡ് ഗാർഡനാണിത്, ഹാങ്ങിങ് ഗാർഡൻ. അതിനടുത്ത് തന്നെ ഒരു ഡാമും ഉണ്ട്. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. മെയിൻ എൻട്രൻസിൻ്റെ മുന്നിൽ പാർക്കിംഗ് ഉണ്ട്. പെയ്ഡ് പാർക്കിംഗ് ആണ്. അത് പേ പാർക്കിങ്ങിൽ 5 ദിറംസാണ് പാർക്കിങ്ങിന് 1 മണിക്കൂറിന്. അപ്പോൾ അതിന് ഒരു അപ്പർ ഡെക്ക് പോലെ മുകളിലേക്ക് പോകാനുള്ള വേറൊരു വഴിയുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണം കരുതിയിട്ടാണ് പാർക്കിൽ പോയത്. അപ്പോൾ നമ്മളെ ഉച്ചഭക്ഷണം അതിൻ്റെ സൈഡിൽ നിർത്തിയിട്ട്, അന്ന് ഭയങ്കര തിരക്കായിരുന്നു പാർക്കിൽ, അപ്പോൾ സൈഡിൽ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. നമ്മൾ പാർസൽ കൊണ്ടുപോയതാണ് ഭക്ഷണം. അപ്പോൾ ഇത് അതിൻ്റെ മുകളിൽ നിന്ന് താഴെ ഡാമിലേക്ക് പോകുന്ന ഒരു റോഡാണ്. വളരെ മനോഹരമായ കാഴ്ചയാണ്. അതിൻ്റെ 2 സൈഡിലും പുൽത്തകിടികളും അതുപോലെ റൗണ്ട് അബൌട്ടിലൊക്കെ പുഷ്പങ്ങളുള്ള ചെടികളൊക്കെ നട്ടിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡാം. അങ്ങ് താഴെ കാണുന്ന ഒരു ഡാമാണ്. അവിടെ എന്താ പറയുക, ബോട്ടിംഗ് സൗകര്യം, കയാക്കിംഗ്, അങ്ങനെയൊക്കെയുള്ള എല്ലാ വിനോദ പരിപാടികളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഡ്രൈവിംഗ് പ്ലഷർ തരുന്ന റോഡ്സാണ്. ഒന്നാമത് മൗണ്ടൻ റോഡ്സാണ്. വളരെ നല്ല ബ്രോഡായിട്ടുള്ള 1 വേ ട്രാഫിക് പോലെ ചെയ്തിട്ടുള്ള റോഡാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഡ്രൈവിംഗ് പ്ലഷർ തന്നെയാണ്. പിന്നെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള വലിയ സ്പേസ് തന്നെ അവിടെ ഉണ്ട് മുന്നിൽ. അത് മുകളിലേക്ക് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ലബനീസ് ക്യൂസിനും അതേപോലെ മറ്റ് ഇൻ്റർനാഷണൽ ക്യൂസിനുള്ള ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതവിടെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വാട്ടർഫോളാണ്. ഈ വാട്ടർഫോളിൻ്റെ 2 സൈഡിലാണ് ഈ ഹാങ്ങിങ് ഗാർഡൻ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വാട്ടർഫോൾ താഴെ വന്നിട്ട് അവിടെ ഒരു ചെറിയൊരു ജലാശയം പോലെയുണ്ട്. അതുപോലെ അത് മുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്ഥലവും ഉണ്ട്. അതും ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇതിൽ പൊതുവേ നല്ല നമ്മുടെ ബോഗൻ വില്ല പോലെയും അതുപോലെയുള്ള മറ്റേ മഞ്ഞ ചെടികളൊക്കെയുള്ള നല്ല പെർമനൻ്റായി നിൽക്കുന്ന ചെടികളാണ് ഇവിടെ ഹാങ്ങിങ് ഗാർഡനിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നേരിട്ട് കാണുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, പക്ഷേ ഈ മൗണ്ടനിൽ കയറാൻ വേണ്ടി ഇൻക്ലൈൻഡായിട്ട് ഇങ്ങനെ സ്റ്റെപ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്സ് കയറി പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. സ്റ്റെപ്സ് കയറി പോകുമ്പോൾ ഓരോ സ്ഥലത്തും കുറച്ച് തളരുമ്പോൾ ഇരിക്കാനായിട്ട് ബെഞ്ചും അതിൽ ഓരോ ലാൻഡിങ് പോലെയും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നാവിഗേഷൻസ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സിൻ്റെയും അതുപോലെ റെസ്റ്റ് റൂംസിൻ്റെയും അതുപോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെയുള്ള നാവിഗേഷൻ ബോർഡൊക്കെ ഇവിടെയുണ്ട്. ഇതതിൻ്റെ ദൂര കാഴ്ചയാണ്. എന്താ പറയുക, അന്ന് ജനനിബിഡമായിരുന്നു നമ്മൾ പോയ സമയം. ഇതതിൻ്റെ ഒരു ഏരിയൽ വ്യൂ ആണ്. ആ റൗണ്ടായി കാണുന്നതാണ് ലബനീസ് ക്യൂസിനുള്ള റെസ്റ്റോറൻ്റാണത്. അതുപോലെ അതിൻ്റെ ഇടയിൽ വാക്ക് വേ ഉണ്ട്. പിന്നെ നടന്ന് മുകളിൽ കയറാനുള്ള ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള വാക്ക് വേ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ സ്ഥലത്തും ഒരു ലാൻഡിങ് പോലെ കൊടുത്തിട്ട് ഇരുന്ന് വിശ്രമിക്കാനുള്ള ബെഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോ പടി കയറി മുകളിലോട്ട് പോകുമ്പോൾ
നമുക്ക് ഗാർഡനും ആസ്വദിക്കാം. ആ ഓൾട്ടിറ്റ്യൂഡ് കൂടി പോകുമ്പം നിങ്ങൾക്ക് വിശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു ലാൻഡിങ് പോലെ ഇരുന്നിട്ട് അവിടുന്ന് വിശ്രമിച്ചിട്ട് വീണ്ടും പടി കയറാം. ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് അല്ല, പക്ഷെ വളരെ മനോഹരമാണ്. ഒരു കണ്ണിന് എന്താ പറയുക, ഒരു കുളിർമ തരുന്ന കാഴ്ച തന്നെയാണത്. ഒരു മലനിര മുഴുവൻ സൈഡിൽ വെള്ളം നനച്ച് ഗാർഡൻ, ഒരു ഹാങ്ങിങ് ഗാർഡൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ സിന്ധുവും മല കയറി തളർന്നിരുന്നിട്ടാണ് ഉള്ളത്. ഞാൻ എഴുന്നേറ്റു. ഇത് ഓരോ ലെവലിലെത്തുമ്പോഴും നമുക്കതിൻ്റെ ഏരിയൽ വ്യൂ കിട്ടും. ഒരു ഹ്യൂജ് ഏരിയ ആണത്. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ മുകളിൽ കയറി അതിൻ്റെ പകുതിയോളം എത്തി. അവിടെ നിന്ന് താഴേക്കുള്ള വ്യൂ ആണിത്. നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. മരങ്ങളും മരത്തിൻ്റെ ഹാൻഡ് റെയിലിങ് പോലെയൊക്കെ ആക്കിയിട്ട്, ഒരു അധികം കോൺക്രീറ്റിൻ്റെ ആർഭാടമില്ലാതെ നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ പാർക്ക് ഹാങ്ങിങ് ഗാർഡനും ഒരുക്കിയിട്ടുള്ളത്. അത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മലയാണ്. അതിൽ സ്റ്റെപ്പായിട്ട് അവർ കല്ല് വെട്ടിയെടുത്തിട്ട് വെച്ചിട്ടാണുള്ളത്. ഇത് നമ്മുടെ കൽബ ഫുജേറ ഭാഗത്ത് പോകുന്ന മലയാണ്. ഇതാണ്, ഇവിടെ നിന്നാണ് ആ വാട്ടർഫോൾ, ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയ വാട്ടർഫോളിൻ്റെ ഉത്ഭവസ്ഥാനം. അത് അവിടെ നിന്നാണ് അത് ഫ്ലോ ചെയ്ത് തുടങ്ങുന്നത്. അവിടെ നിന്നാണ് അതിൻ്റെ വാട്ടർ സപ്ലൈ. അത് കഴിഞ്ഞതിന് ശേഷം അത് ഇൻലൈൻഡ് ആയിട്ടുള്ള കൽപ്പടവിലൂടെ വാട്ടർഫോളായി താഴെ ഇറങ്ങുകയാണ്. നമ്മൾ ഓൾമോസ്റ്റ് അതിൻ്റെ പീക്കിലെത്തി നടന്നിട്ട് മുകളിൽ. അപ്പോൾ നമ്മൾ ഇത്ര കാണുന്ന പോലെ അത്ര വിഷമമൊന്നുമില്ല നടക്കാൻ. ഇടയ്ക്കിടെ ഇങ്ങനെ ഇൻക്ലൈൻഡായി വരുന്നത് കൊണ്ട് ഇരിക്കാനൊക്കെ സൗകര്യമുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ ഇത് കണ്ടില്ലേ, ഓരോ ലെവൽസിലും ഗാർഡനും പുഷ്പിച്ച് നിൽക്കുന്ന പുഷ്പങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൽബയിലെ ഹാങ്ങിങ് ഗാർഡൻ. UAE കൽബ എന്ന സ്ഥലത്തുള്ള ഹാങ്ങിങ് ഗാർഡനാണിത്. തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇത് ഓരോ വശത്തും ഞങ്ങൾ ഒരു ഭാഗത്തൂടെ കയറിയിട്ട് ആ വാട്ടർഫാളിൻ്റെ ഒരു ഭാഗത്തൂടെ കയറി മുകളിലൂടെ നടന്ന് അതിൻ്റെ മറുഭാഗത്തൂടെ താഴെ ഇറങ്ങുകയാണ് ചെയ്തത്. ശരിക്കും ഒരു 4-5 മണിക്കൂർ ചുരുങ്ങിയത് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും അവിടെയുണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, ചെറിയ തടാകം പോലെയുള്ളതുണ്ട്. പിന്നെ അതിൻ്റെ കീഴെ പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചത് അത് ഡാം കാണാം. ദൂരെ ആ ഡാമിൻ്റെ കാഴ്ച കാണാം. ഇതിൽ നേർക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ജലാശയം കാണാം. ഇത് ആൾക്കാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന സ്റ്റെപ്സാണ്. അത് മെയിൻ റോഡാണ്. ആ മുന്നിലോട്ട് ഇങ്ങനെ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായ ദൃശ്യമാണ്. എന്തായാലും വരുന്ന ഇത് ആസ്വദിക്കണം. ഇതാണ് ഡാമിൻ്റെ വ്യൂ. അപ്പോൾ ഈ ഹാങ്ങിങ് ഗാർഡൻ വന്ന് എല്ലാവരും ആസ്വദിക്കുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. ബൈ.